പിന്നീട് നമ്മൾ ട്രിപ്പ് പോയിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വീക്ക്ലി 1 ടൂർ എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയ് ലാസ്റ്റിൽ കുറച്ച് ടൂർ പാക്കേജസ് ഇട്ടിട്ടുണ്ട്, ജൂൺ 13-ന് 11-ന് ഒരു ടൂർ പാക്കേജസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ്സ് നമുക്ക് ഇനീഷ്യലി അവർ അയച്ചു തന്നിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ ബാക്കി ഞങ്ങളുടെ കൂടെ വന്ന 100 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു, അത് 50-50 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോഴാണ് പലവരും പല ഡേറ്റിന് ബുക്ക് ചെയ്തവരാണ്, അവരൊക്കെ ആൾക്കാർ തികഞ്ഞില്ല ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂൺ 9-ലെ ഗ്രൂപ്പിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇനീഷ്യലി അവർ ഡിസ്കസ് ചെയ്തിരുന്ന പല പാക്കേജസും പല കോസ്റ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ കോസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ നിന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ പോയിട്ടാണ് മനസ്സിലായത്. പിന്നെ വേറൊരു കാര്യം കൂടി, ഞങ്ങൾ അവിടെ പോയി എല്ലാവരോടും ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് എവറി പേഴ്സൺ അവരുടെ കൂടെ ട്രാവൽ ചെയ്ത ഈ 50 പേരും 50 ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്നു, ബാക്കി 50 പേരുടായിട്ടും നമ്മൾ സംസാരിച്ചിരുന്നു, അവർക്കും സെയിം അഭിപ്രായം തന്നെയാണ്. അപ്പോൾ അതൊരു ട്രാപ്പായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മാത്രമല്ല എഫക്റ്റഡ് ആയത്, ആ ട്രിപ്പിൽ ട്രാവൽ ചെയ്ത എവ്രിബഡി വാസ് എഫക്റ്റഡ്. എല്ലാവരുടെ അടുത്തുനിന്നും ഇതേപോലെ നുണ പറഞ്ഞ് പൈസ മേടിച്ചിട്ട് പിന്നെ അത് കൂട്ടി യൂറോ റേറ്റ് കൂടി ഇതായി എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺ മോർ തിങ്, ഓരോരുത്തരുടെ നിന്ന് ഓരോ റേറ്റാണ് മേടിച്ചിട്ടുള്ളത്, വിച്ച് ഇസ് ടോട്ടലി നോട്ട് ആക്സെപ്റ്റബിൾ. കാരണം ഒരുമിച്ച് എല്ലാവരും ഒരേ സർവീസ് ആഗ്രഹിച്ചിട്ടാണ് ട്രിപ്പ് പോകുന്നത്, പലവരുടെ നിന്നും പല റേറ്റാണ് മേടിച്ചിട്ടുള്ളത്.